പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദം PK ശ്രീമതി എന്ന് പറയുന്ന CPMൻ്റെ തലമുതിർന്ന വനിതാ നേതാവിന് പ്രായപരിധി ഇളവ് നൽകിക്കൊണ്ട് അവരെ കേന്ദ്ര കമ്മിറ്റിയിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ നിലനിർത്തിയെങ്കിലും അവരെ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടി പിണറായി വിജയനും MP ഗോവിന്ദനും ആയി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണല്ലോ. ഈ കഴിഞ്ഞ 19-ാം തീയതി നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗമെന്നുള്ള നിലയിൽ പങ്കെടുക്കാൻ വന്ന PK ശ്രീമതിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലക്കിയതായി വാർത്തകൾ വന്നിരുന്നു. ആ വിലക്കിനെ തുടർന്ന് അതൊരു വലിയ വിവാദമായി ഇപ്പോൾ വളർന്നു വന്നിരിക്കുകയാണ്. ആ വിലക്കിനെ ന്യായീകരിച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ രംഗത്ത് വന്നു. തനിക്ക് വിലക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് PK ശ്രീമതി രംഗത്ത് വന്നു. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയും PK ശ്രീമതിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് വിലക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും രംഗത്ത് വരികയുണ്ടായി. എന്തായാലും അതൊരു വലിയ വിവാദമായി ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ പ്രായപരിധിയിൽ ഇളവ് എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അപ്പോൾ ഈ പ്രായപരിധിയിൽ ഇളവ് സംബന്ധിച്ചിട്ടുള്ള വിഷയം ചർച്ചാ വിഷയമാകുമ്പോൾ, അല്ലെങ്കിൽ പ്രായപരിധി ഇളവ് കിട്ടിയിട്ടുള്ള PK ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ PK ശ്രീമതിയെ വിലക്കുമ്പോൾ, ഈ വിലക്കുന്ന പിണറായി വിജയൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നു, പിണറായി വിജയൻ 75-80 വയസ്സുള്ള ഒരു പടുകിളവനാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ പ്രായപരിധി ഇളവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും പോളിറ്റ് ബ്യൂറോയിലൊക്കെ തുടരുന്നത്. അപ്പോൾ സ്വയം പ്രായപരിധി ഇളവ് വാങ്ങി പോളിറ്റ് ബ്യൂറോയിൽ തുടരുകയും പ്രായപരിധി ഇളവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുമായി തുടരുകയും ചെയ്യുന്ന പിണറായി വിജയന് തെല്ലെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ PK ശ്രീമതിയെ പ്രായപരിധി ഇളവിൻ്റെ പേരിൽ വിലക്കാൻ അയാൾ നടക്കുമോ സുഹൃത്തുക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം അയാൾ സ്വന്തമായി തന്നെ പ്രായപരിധി ഇളവിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ആ സ്ഥാനത്തെ കസേരയിൽ ഇരിക്കുന്നത്. അയാളും പ്രായപരിധി ഇളവിൻ്റെ പശ്ചാത്തലത്തിലാണ് അയാൾ പോളിറ്റ് ബ്യൂറോയിൽ തുടരുന്നത്. ആ പോളിറ്റ് ബ്യൂറോയിൽ തുടരുന്ന അയാളാണ് പ്രായപരിധി ഇളവ് പോളിറ്റ് ബ്യൂറോ അനുവദിച്ച PK ശ്രീമതിയെ വിലക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഈ അസംബന്ധ നാടകങ്ങളുടെ രംഗവേദി എന്നൊക്കെ പറഞ്ഞ തിയേറ്റർ ഓഫ് ദ അബ്സർഡ് അല്ലേ സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇയാൾ എന്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇയാൾ പിന്നെ CPM എന്ന് പറഞ്ഞ കേഡർ പാർട്ടിയിൽ 3-ാം സ്ഥാനക്കാരനല്ലേ സുഹൃത്തുക്കളെ? ദേശീയ ജനറൽ സെക്രട്ടറി അല്ലേ 1-ാം സ്ഥാനക്കാരൻ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ലേ 2-ാം സ്ഥാനക്കാരൻ? ഇയാൾ വെറും പോളിറ്റ് ബ്യൂറോ മെമ്പർ മാത്രമല്ലേ? ഇതുപോലെ എത്രയോ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ കേരളത്തിൽ നിന്നുണ്ടായിരിക്കും. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു, VS അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു, A വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അങ്ങനെ എത്ര MA ബേബി പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു, S രാമേന്ദ്രൻ പിള്ള ഉണ്ടായിരുന്നു, A വിജയരാഘവൻ, എത്ര പേര് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുണ്ട്. ആ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാണോ ഇവിടുത്തെ ഈ പാർട്ടിയുടെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്? എന്നാൽ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രായപരിധി ഇളവ് എന്ന് പറയുന്ന ഈ സംവിധാനം തന്നെ എപ്പോഴാണ് വന്നത്? അത് 2021 കൊണ്ടുവന്നതാണ്. ഈ പിണറായി വിജയൻ തന്നെയാണ് ഈ പ്രായപരിധി ഇളവ്, ഈ പ്രായപരിധി എന്ന് പറയുന്നത്, പ്രായപരിധി ഇളവല്ല പ്രായപരിധി കൊണ്ടുവന്നത്. എന്തിനാണ് അയാൾ പ്രായപരിധി 2021 കൊണ്ടുവന്നത്? 2021 പ്രായപരിധി കൊണ്ടുവന്നത് തൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ വാഴിക്കാൻ വേണ്ടി മുതിർന്ന ഒരുപാട് നേതാക്കന്മാരെ അയാൾക്ക് ചവിട്ടി തള്ളണമായിരുന്നു. മുതിർന്ന പല നേതാക്കന്മാരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ അയാളുടെ മരുമകനെ കൊണ്ടുവരാൻ പറ്റുള്ളായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് 2021 അയാൾ പ്രായപരിധിയും 2 തവണ മത്സരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. ഈ പ്രായപരിധിയോടൊപ്പം തന്നെ അയാൾ 2 തവണ മത്സരിച്ചത് ഒരു മാനദണ്ഡമായി കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നതും മുതിർന്ന നേതാക്കന്മാരെ ചവിട്ടിത്തള്ളാൻ വേണ്ടിയിട്ടായിരുന്നു. PK ശ്രീമതി, തോമസ് ഐസക്, G സുധാകരൻ, AK ബാലൻ ഇവരെയൊക്കെ കളഞ്ഞിട്ട് ഇയാളുടെ മകന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് 2021 ഇയാൾ 2 തവണ മത്സരിച്ച സാധനം കൊണ്ടുവന്നത്. ഇതുപോലെ തന്നെ പ്രായപരിധി കൊണ്ടുവന്നതും ഫലത്തിൽ തൻ്റെ മരുമകന് കളമൊരുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പ്രായപരിധി 75 എന്നും പറഞ്ഞിട്ട് പലരും തള്ളി. G സുധാകരനെ കളഞ്ഞു. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് AK ബാലനെ കളഞ്ഞു.
അങ്ങനെ പലരെയും അയാൾ പ്രായപരിധി എന്ന് പറഞ്ഞുകൊണ്ട് പലരെയും ഒഴിവാക്കി. 2 തവണ മത്സരിച്ചവരെ മത്സരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഇതെല്ലാം അയാൾ ചെയ്തതാണ്, പിണറായി വിജയൻ ചെയ്തതാണ്. ഇതെല്ലാം പിണറായി വിജയൻ ചെയ്യുമ്പോൾ പിണറായി വിജയൻ ആരായിരുന്നു കേരളത്തിലെ പാർട്ടിയിൽ? സംസ്ഥാന സെക്രട്ടറി പോലും അല്ലായിരുന്നു. പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കുമ്പോഴാണ് അയാൾ ഈ പണി മുഴുവൻ കാണിച്ചു കൂട്ടിയത്. അതെല്ലാം അയാളുടെ താല്പര്യത്തിന് അനുസൃതമായിട്ടായിരുന്നു. എന്നിട്ട് പാർട്ടിയുടെ കൊല്ലം സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അയാൾക്ക് പ്രായപരിധിയിൽ ഇളവ് കൊടുത്തു. കാരണം അയാൾക്ക് പ്രായപരിധിയിൽ ഇളവ് കൊടുത്താലല്ലേ അയാൾക്ക് ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ തുടരാൻ പറ്റുള്ളൂ. പോളിറ്റ് ബ്യൂറോയും അയാൾക്ക് പ്രായപരിധിയിൽ ഇളവ് കൊടുത്തു. ആ പ്രായപരിധിയുടെ ഇളവും മേടിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് തുടങ്ങുന്ന 80 വയസ്സുകാരനായിട്ടുള്ള ഈ വയോവൃദ്ധൻ, 80 വയസ്സുകാരനായിട്ടുള്ള ഈ പടുകിളവനായിട്ടുള്ള ഈ മനുഷ്യൻ, ആ മനുഷ്യനാണ് ഉളുപ്പില്ലാതെ 75 വയസ്സുകാരിയായിട്ടുള്ള PK ശ്രീമതി, അവർക്ക് പ്രായപരിധി ഇളവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രായപരിധി ഇളവ് ഇവിടെയല്ല കിട്ടിയിരിക്കുന്നത്, കേന്ദ്രത്തിലാണെന്ന് പറഞ്ഞിട്ടുള്ള അസംബന്ധം ഉന്നയിച്ചുകൊണ്ട് അയാൾ അവരെ വിലക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എന്തൊരു ഉളുപ്പില്ലാത്ത മനുഷ്യനാണ് ഇയാളെന്ന് ആലോചിച്ചു. ലജ്ജയുള്ളവരാണെങ്കിൽ അവരത് ചെയ്യൂ. കാരണം അയാൾ നേടിയിട്ടുള്ള അതേ ആനുകൂല്യം തന്നെയാണ് ശ്രീമതിയും നേടിയിട്ടുള്ളത്. അയാൾക്ക് ആനുകൂല്യം നേടി അയാൾക്ക് ആ സ്ഥാനത്ത് തുടരാമെങ്കിൽ അതേ ആനുകൂല്യം നേടിയിട്ടുള്ള PK ശ്രീമതിക്കും ആ സ്ഥാനത്ത് തുടരാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല സുഹൃത്തുക്കളെ. അപ്പം ഇയാൾക്ക് ഈ പറഞ്ഞ പോലെ ഉളുപ്പ ലജ്ജയൊന്നുമില്ല. ഇയാൾക്ക് അധികാര ഭ്രാന്ത് മൂത്തിരിക്കുകയാണ്. ഏകാധിപത്യ സ്വഭാവം അയാളുടെ ശരീരത്തിൽ അടിമൂടി നിറഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. നമ്മളത് മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുക എന്നുള്ളത് അത് കോമൺ സെൻസ് അല്ലേ? കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനേക്കാൾ ഉന്നതമായിട്ടുള്ള ഒരു വേദിയല്ലേ? കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആരെ തിരഞ്ഞെടുത്താലും അത് പാർട്ടി കോൺഗ്രസ് അല്ലേ തിരഞ്ഞെടുക്കുന്നത്? ആ പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാമെന്നുള്ളത് ബ്രാഞ്ച് മെമ്പർമാർക്ക് പോലും അറിയാവുന്ന കാര്യമല്ലേ? അതിനി വിലക്കണമെങ്കിൽ തന്നെ അത് വിലക്കേണ്ടത് പിണറായി വിജയനാണോ? അത് വിലക്കേണ്ടത് സംസ്ഥാന സെക്രട്ടറി അല്ലേ? അയാളല്ല വിലക്കിയിട്ടുള്ളത്, പിണറായി വിജയനാണ് വിലക്കിയിട്ടുള്ളത്. ഇനി ഒരു വിലക്കുമില്ല എന്ന് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി പറഞ്ഞിരിക്കുകയല്ലേ? അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചിട്ട് വേറെ വർത്തമാനം പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? എത്രയോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു, എത്രയോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ സ്ഥിരമായിട്ട് വന്ന് പങ്കെടുത്തുകൊണ്ടിരുന്നു. അല്ലാതെ അവർക്കെല്ലാം ചുമതല വേറെയാണെന്ന് പറഞ്ഞ് അവർ പോവുകയാണോ ചെയ്തത്? ഇപ്പോൾ എന്താ പറയുന്നത്? PK ശ്രീമതിക്ക് ചുമതല ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡന്റ് എന്ന നിലയിലാണ്. അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തൊരു അസംബന്ധമാണ്. അവരൊരു കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ? അവർക്ക് കീഴ്ഘടകത്തിൽ എവിടെയും പ്രവർത്തിക്കാനുള്ള അവകാശാധികാരം അവർക്കില്ലേ? ഇപ്പോൾ KK ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. എത്രയോ കാലം അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവർ പങ്കെടുത്തുകൊണ്ടിരുന്നു. കാരണം കേന്ദ്ര കമ്മിറ്റിയുടെ താഴെയുള്ള ഒരു ഘടകമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. എന്നിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ PK ശ്രീമതിക്ക് ഒരു ചുമതലയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അതെനിക്ക് വേറെ വീഡിയോകളിൽ അതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ വേറെ പറയാനുണ്ട്. ഞാനതിലെത്തിക്കും. ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ നേതാവിന് ഉളുപ്പുമില്ല, ലജ്ജയുമില്ല. അയാൾക്ക് 80 വയസ്സിനടുത്തുണ്ട്. അയാൾ ഈ പ്രായപരിധി നിയമത്തിൻ്റെ ആനുകൂല്യം ഇളവ് നേടിക്കൊണ്ടാണ് അയാൾ ആ സ്ഥാനത്തിരിക്കുന്നത്. ആ പ്രായപരിധിയുടെ ഇളവ് നേടിക്കൊണ്ട് ആ സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയന് അതേ ഇളവ് തന്നെ നേടിയ വേറൊരു വനിത, അവർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന വനിതാ നേതാവ് കൂടിയാണ്. അവരെ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ് വിലക്കാൻ അയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല. അത് ഉളുപ്പും അയാൾക്ക് ഇല്ല, അയാൾക്ക് ലജ്ജയും ഇല്ലാത്തത് കൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള പാർട്ടി അംഗങ്ങൾക്കും അനുഭാവികൾക്കും എല്ലാം കൃത്യമായി ബോധ്യമായിട്ടുണ്ട്.